ഒരു RSSകാരൻ ജീവിതത്തിൽ ആദ്യമായി ഒരു സത്യം പറഞ്ഞു. ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. സത്യം ഏത് RSSകാരൻ പറഞ്ഞാലും നമ്മൾ ഈ നാട്ടുകാരെ കേൾപ്പിക്കും. അതുകൊണ്ടാണ് RSSകാരെല്ലാം കൂടി ചേർന്ന് ഒരു പ്രതിഷേധ യോഗ സംഘടിപ്പിച്ചിട്ട് അതിൽ ഒരു RSSകാരൻ തന്നെ പറഞ്ഞ വാചകത്തെ ഇതുപോലെ നാട്ടുകാരെ കേൾപ്പിക്കുന്നത്. 100 വർഷക്കാലമായി RSS ഈ രാജ്യത്തിൽ പ്രവർത്തിക്കുന്നു. ഏതൊക്കെ രീതിയിലാണ് ഒരു നാടിനെ തകർക്കാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണ RSSനുണ്ട്. അതെ, 100 വർഷമായി ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലക്ഷ്യം നാടിനെ തകർക്കുകയാണ്. ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് RSSകാരന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതാണ് ആ പ്രതിഷേധ യോഗത്തിലെ പ്രസംഗത്തിനിടയിൽ അറിയാതെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അത് അറിയാതെ വന്നു പോയതല്ല, ചില സത്യങ്ങൾ അങ്ങനെയാണ്. സ്വന്തം നാവ് കൊണ്ട് തന്നെ ഈ നാട്ടുകാരെ കേൾപ്പിക്കും. അത് കേട്ടിട്ടെങ്കിലും ചിലർക്ക് മനസ്സിലാകേണ്ടതുണ്ട് എന്താണ് RSSന്റെ ലക്ഷ്യമെന്ന്. രൂപീകരിച്ചതിന് ശേഷം 2025 100 വർഷം പൂർത്തീകരിക്കാൻ പോകുന്ന RSSന്റെ ഉദ്ദേശം ഈ നാടിനെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കുകയാണ്. അതിനുവേണ്ടി കേരളത്തിൽ ആദ്യം അവർക്ക് വേരോട്ടം വേണ്ടത്ര നടത്താൻ പറ്റാത്തതുകൊണ്ട് മുസ്ലിം മതവിഭാഗത്തെ ശത്രുക്കളാക്കിക്കൊണ്ട് അവരുടെ പ്രഖ്യാപിത ശത്രുക്കളായ ക്രിസ്ത്യൻസിനെ അവർ ഒപ്പം നിർത്തിയിരിക്കുകയാണ്. കാര്യം, ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിന്നാൽ എളുപ്പത്തിൽ അവരെ അടിക്കുക പാടാണ്. അപ്പോ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് മറ്റതിനൊപ്പം നമ്മൾ ഉണ്ട് എന്ന് വരുത്തിയതിനു ശേഷം ഒന്നിനെ ഇല്ലാതാക്കി മറ്റൊന്നിനെ പിടിക്കുക എളുപ്പമല്ലേ? അതുപോലെ നമ്മൾ ഗോൾവാൾക്കർ എഴുതി വെച്ചിരിക്കുന്ന വിചാരധാര പോലെ ആഭ്യന്തര ശത്രുക്കൾ, ഈ നാട്ടിലുള്ള വൈദേശികർ, ഹിന്ദുക്കളല്ലാത്തവർ, അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ആദ്യം നമ്മുടെ തന്ത്രം എന്താണ്? ഭിന്നിപ്പിക്കുക എന്നാണ്. അത് നടത്തുന്നുണ്ട്. അത് നടത്തിയതിന്റെ ആഘോഷ പരിപാടിയിലാണ് ഇങ്ങനെ ഒരു യോഗത്തിൽ കുളം കലക്കിയതിനു ശേഷം അദ്ദേഹം ആവേശത്തോടെ പ്രസംഗിച്ചപ്പോൾ ഈ യാഥാർത്ഥ്യം ആ തിരുനാവിലൂടെ പുറത്തേക്ക് വന്നത്. 100 വർഷക്കാലമായി RSS ഈ രാജ്യത്തിൽ പ്രവർത്തിക്കുന്നു. ഏതൊക്കെ രീതിയിലാണ് ഒരു നാടിനെ തകർക്കാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണ RSSനുണ്ട്. അതുകൊണ്ട് ഈ നാടിനെ തകർക്കാനുള്ള ധാരണ RSSനുണ്ട് എന്നുള്ള അവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കിയിട്ട് അതിനെതിരെ പ്രതികരിക്കുകയാണ് ഈ നാട് ചെയ്യേണ്ടത്. പ്രതിരോധമാകുകയാണ് ചെയ്യേണ്ടത്. RSSകാർ നന്മയുള്ളവരാണെന്ന് കരുതിക്കളയരുത്. ഓരോ മുന്നമാരുടെ ഉള്ളിലും ചിരിച്ച് വിനയാന്വിത ഭാവത്തിൽ നടക്കുന്ന ഓരോ വിഷങ്ങളാണ്. അവരുടെ ലക്ഷ്യം മറ്റ് മതവിഭാഗക്കാർ, കമ്മ്യൂണിസ്റ്റുകളൊക്കെ കാണുമ്പോൾ ഇവനെ എങ്ങനെ നശിപ്പിക്കാമെന്ന ചിന്തയ്ക്കപ്പുറം ഒരു നന്മ ചിന്തയുമില്ല. ഇതൊക്കെ കേട്ടതിന് ശേഷം സ്വയം തിരിച്ചറിയേണ്ടതുണ്ട്, സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. ആരെയാണ് പ്രതിരോധിക്കേണ്ടത്? ആവശ്യം സമാധാന ജീവിതമാണോ? അവിടെ വേണ്ടത് മറ്റ് മതക്കാരോട് നമുക്ക് വെറുപ്പും വിദ്വേഷവുമല്ല. അത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഓരോ ഉദാഹരണങ്ങളെ പത്രമാധ്യമങ്ങളിലൂടെയും അവർക്ക് സ്വാധീനമുള്ള ദൃശ്യമാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ ടിവികളിലും ഫോണുകളിലൂടെയൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് മറ്റൊരു മതത്തെ വെറുക്കണം. അതും ഇവരുടെ ഒരു